ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരീസ്. ഈ യാത്ര നമ്മുടെ ഓട്ടോയ്ക്കകത്താണ് പോകുന്നത്. വെള്ളുമൂങ്ങയ്ക്കകത്താണ് പോകുന്നത്. മറ്റെവിടേക്കുമല്ല, ശബരിമലയിലോട്ടാണ് ഈ പോകുന്നത്. ബൈക്കിൽ ഒരുപാട് നാളായ ഒരു യാത്ര പോയിട്ട്. അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് മലയ്ക്ക് പോയെന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയിൽ ഞാനും ഇതെൻ്റെ കുഞ്ഞമ്മയുടെ മകനാണ് കേട്ടോ, ഇവനും കൂടെ ഒരു ഹോട്ടലിൽ കയറി പൊറോട്ടയും കടലക്കറിയൊക്കെ കഴിച്ചു. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതിന് മുന്നേ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ അമ്പലത്തിലൊക്കെ രാവിലെ കയറി തൊഴുതിട്ടൊക്കെയാണ് പോയത്. വണ്ടി മൊത്തം ചന്ദനം പൂശി വെച്ചിരിക്കുക. അങ്ങനെ നല്ല ശാന്തമായ റോഡിൽ കൂടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിലയ്ക്കൽ വരെ വണ്ടി വിടത്തുള്ളൂ, നിലയ്ക്കൽ പാർക്ക് ചെയ്യണമെന്നാണ് റൂള്. പക്ഷേ ഞങ്ങൾ വണ്ടി ഇങ്ങനെ നേരെ ഡയറക്റ്റ് കൊണ്ടുപോയി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഓട്ടോ അല്ലേ. അപ്പോൾ പോലീസ് മാമന്മാർ കരുതി ഡ്രൈവർ വണ്ടിക്കകത്തുണ്ടാവും, അല്ലെങ്കിൽ ഡ്രൈവർ വണ്ടി തിരിച്ച് റിട്ടേൺ കൊണ്ടുവരും എന്ന് കരുതി ഞങ്ങളെ അങ്ങ് കയറ്റി വിട്ടു. ഇതാണ് നിലയ്ക്കൽ. ഇവിടെ നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ട് എന്നൊക്കെ എഴുതി വെച്ചിരിപ്പുണ്ട്. അപ്പോൾ പോലീസുകാരെടുത്ത് ചോദിച്ചു വണ്ടി പോകുമെന്ന്. അത് പറഞ്ഞ് പൊക്കോന്ന് പറഞ്ഞു. കാരണം ടാക്സി ആണല്ലോ, ഡ്രൈവർ ഉണ്ടല്ലോ. ആ ഒരു ഇതിലാണ് അവർ കയറ്റി വിട്ടത്. അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് നിലയ്ക്കലിൽ നിന്നൊരു പാസ് എടുക്കണം അവിടെ പാർക്ക് ചെയ്യുന്നതിനായിട്ട്. ആ പാസ് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പയ്യെ വണ്ടി ഓടിച്ച് പമ്പയിലോട്ട് പോവുകയാണ്. ഒരുപാട് വണ്ടികൾ നിലയ്ക്കൽ പാർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ നിലയ്ക്കലാണ് മെയിനായിട്ട് പാർക്ക് ചെയ്യേണ്ടത്. പമ്പയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണം. ഞങ്ങൾ ആ ഒരു പെർമിഷൻ എടുക്കാതെ ഡയറക്റ്റ് പമ്പയിലോട്ട് കൊണ്ടുപോയി. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ബൈക്ക് വന്നായിരുന്നെങ്കിൽ കിടിലമായിട്ട് റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ബൈക്കിൽ പോകാതിരുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞങ്ങൾ ഏകദേശം പമ്പയോടടുത്ത് എത്താറായി. ഇതുവരെ റോഡിൽ വലിയ തിരക്കുകൾ കാര്യങ്ങളൊന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ബൈക്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൽ പോയായിരുന്നെങ്കിൽ ഞങ്ങൾ നൈറ്റാണ് തിരിച്ച് റിട്ടേൺ ഇറങ്ങിയത്. രാത്രി 9 മണിക്കാണ് മല ഇറങ്ങിയത്. ആ സമയത്ത് നല്ല രീതിയിൽ മഴയും കോടയും ഉണ്ടായിരുന്നു. അപ്പോൾ ബൈക്കിൽ വന്നായിരുന്നെങ്കിൽ കണ്ണ് കാണാൻ വയ്യാതെ കോടയ്ക്കകത്ത് ആ മല ഇറങ്ങി അത്രയും ക്ഷീണത്തോടെ ഒരു തരത്തിലും അപകടം കൂടാതെ വീട്ടിലെത്താൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഓട്ടോയിലായിട്ട് പോലും തിരിച്ച് റിട്ടേൺ വരുന്ന വഴി മൂടൽമഞ്ഞ് കാരണം ഞങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഹൈ റേഞ്ച് ഏരിയയാണ്, വണ്ടി സൈഡിലോട്ട് ഒതുക്കാൻ പോലും സ്പേസ് ഇല്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഞങ്ങൾ തിരിച്ച് ലാഹ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് വണ്ടി സൈഡിലോട്ട് ഒതുക്കാനായിട്ടൊരു സ്ഥലം കിട്ടിയതും. അടുത്ത് തന്നെ കുറച്ച് കടകളുണ്ടായിരുന്നു. അവിടെ പോയി ചൂട് ചായയൊക്കെ കുടിച്ച് വണ്ടിക്കകത്ത് കിടന്ന് 11 മണിക്ക് വണ്ടി ഒതുക്കിയിട്ട് 2:30 വരെ കിടന്നുറങ്ങി. 2:30 വരെ കിടന്നുറങ്ങിയിട്ട് വണ്ടി ഓട്ടിച്ച്. അപ്പോൾ വണ്ടി ഒതുക്കിയ സമയത്ത് മഴയില്ലായിരുന്നു. അതൊരു കോമഡിയാണ്. വണ്ടി ഒതുക്കിയ സമയം വരെ മഴയുണ്ട്. അതിന് ഒതുക്കി കഴിഞ്ഞപ്പോൾ മഴ തോന്നും. അതിനുശേഷം 2:30ക്ക് ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്തപ്പോൾ വീണ്ടും പെരുമഴയും കോടയും. അങ്ങനെ 5 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയത്. അപ്പോൾ ബൈക്കിൽ പോയായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോകത്തില്ലായിരുന്നു. ഓട്ടോയിൽ പോയത് വലിയ കാര്യമല്ലേ, നമുക്ക് ഉറങ്ങാനും പറ്റി, മഴയും നനഞ്ഞില്ല. പക്ഷേ കണ്ണ് കാണാൻ വയ്യാതെ വണ്ടി ഓടിക്കുന്ന റിസ്ക് അതൊരു അപാരം തന്നെയാണ് കേട്ടോ. കോടയ്ക്കകത്ത് വണ്ടി ആയതുകൊണ്ട് നമുക്ക് കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റി. പിന്നെ മഴയത്താണെങ്കിൽ നമുക്ക് ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വലിയ പാടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പമ്പ ആവാറായപ്പോൾ റോഡ് ഫുള്ളായിട്ട് ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ കൂടെ അയ്യപ്പന്മാരൊക്കെ നടന്നു പോകുന്നുണ്ട്. കൊച്ചുകുട്ടീനെ തോർത്തിൽ കെട്ടി ദേഹത്ത് കെട്ടി വെച്ചിട്ടാണ്, കൊച്ചുകുട്ടിയുടെ കയ്യിൽ തോർത്ത് കെട്ടി ആ കുട്ടിയുടെ പിതാവ് ദേഹത്ത് ആ ഒരു തോർത്ത് കെട്ടി വെച്ച് കൈവിട്ട് പോകരുതല്ലോ. അത്രയും കെയറോടുകൂടിയാണ് കുഞ്ഞു സ്വാമിമാരെ, അച്ഛൻ സ്വാമിമാരൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഞങ്ങൾ പമ്പയിലെത്തിയപ്പോൾ ഉണ്ട് വിശാലമായി കിടക്കുന്ന നല്ല പമ്പാ നദി. ഇത് കണ്ട് ആർക്കും ഒന്നും മുങ്ങി കുളിക്കാൻ തോന്നാത്തത്. ആ സ്റ്റെപ്പിൻ്റെ അടുത്തൊന്നും ആഴമില്ല കേട്ടോ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ്, ഞങ്ങൾ നിൽക്കുന്ന സൈഡിൽ താഴെ അത്യാവശ്യം 1 വരെ വെള്ളമുണ്ട്. അങ്ങനെ ഞങ്ങൾ പയ്യെ ആഴമുള്ള സ്ഥലത്ത് ഇറങ്ങി കുളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ GoPro ഒക്കെ ആയിട്ട് വെള്ളത്തിൽ ചാടി. ഇനി കുറച്ച് നീരാട്ടായിരിക്കും. എന്തായാലും വണ്ടി ഓട്ടിച്ച് വന്നില്ലേ, ആ ഒരു ക്ഷീണം മൊത്തത്തിൽ അങ്ങ് കുളിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് വെള്ളത്തിനടിയിലെ കുറച്ച് വിഷ്വലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. GoProയും കൊണ്ട് വെള്ളത്തിനടിയിൽ ചാടി കുറച്ച് മുങ്ങാങ്കുഴി വീഡിയോസൊക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരുത്തൻ്റെ V for Victor പോസ്. അങ്ങനെ നീന്തി തുടിച്ച് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ കുളിച്ചതിൻ്റെ ക്ഷീണം മാറാൻ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. വണ്ടി ഓട്ടിച്ച് ഒരു ക്ഷീണം മാറ്റാനാണ് നല്ല രീതിയിൽ നീരാടിയത്. അപ്പോൾ ഉണ്ട് ആ നീരാടിയതിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടി കുറച്ചധികം നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അങ്ങനെ റെസ്റ്റ് എടുത്ത് മല കയറി തുടങ്ങി. ഞങ്ങൾ മറ്റേ ഓൺലൈൻ വഴി അല്ല സ്പോട്ട് എടുത്തത് കേട്ടോ. അവിടെ ചെന്നിട്ടാണ് എടുത്തത്. അത് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. അങ്ങനെ മല കയറി ഒരു പകുതിയോളം എത്തിയപ്പോൾ, പകുതി എത്തുന്നത് വരെ വലിയ ബ്ലോക്കില്ലായിരുന്നു. പകുതി എത്തിയപ്പോൾ താണ്ട കണ്ടില്ലേ, എല്ലാവരും ഇവിടെ കുത്തിയിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, കയറ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവർ കയറ് കെട്ടും, ബ്ലോക്ക് ആയിട്ട് നിർത്തി കുറച്ച് ആൾക്കാരെ മാത്രമേ കയറ്റി വിടത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇടവിട്ട് കയറിനകത്ത് നിന്ന് റെസ്റ്റ് എടുത്ത് പയ്യെ മുകളിലേക്ക് കയറി. ഈ തമിഴ് സ്വാമിമാരും ആന്ധ്ര സ്വാമിമാർക്കൊക്കെ ഭയങ്കര ധൃതിയാണ്. ഈ കയറങ്ങോട്ട് അഴിക്കുന്ന ഉടനെ ഇവർ ജീവൻ കളഞ്ഞൊരു ഓട്ടമാണ്. ഒരുപാട് പേരങ്ങ് ഓടിപ്പോയി. ഞങ്ങൾക്ക് ഓടാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പയ്യെ സമാധാനത്തിൽ കയറി വന്നു. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേരായി നടന്ന് സമാധാനത്തിൽ കയറുന്നത് കേട്ടോ. നല്ല പാടായിരുന്നു. കാരണം ഞാൻ 5 വർഷം മുന്നെയാണ് ഞാൻ മലയ്ക്ക് പോയത്. 5 വർഷത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ മല കയറാൻ പോയത്.
നമ്മൾ പമ്പ വഴി കയറിയുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് പമ്പ വഴി കയറി, അല്ല നീലിമല, കരിമല, പുൽമേട് വഴിയൊന്നും അല്ല നമ്മൾ പോയത്. എന്നിട്ട് പോലും നല്ല രീതിയിൽ കുഴഞ്ഞ് പണ്ടാരം തുടങ്ങി. ഈ കലം എന്തിനാണ് തലയിൽ ചുമന്നുകൊണ്ട് പോകുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. പുള്ളിയാണെങ്കിൽ മലയ്ക്ക് ഞാൻ വെച്ച് അമ്പലത്തിൽ എല്ലാം കൊടുക്കാനായിരിക്കുന്നു. പക്ഷേ അത് റിട്ടേൺ ഇറങ്ങിയപ്പോഴും പുള്ളി ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഞാൻ രാത്രിയിലത്തെ വിഷ്വൽ കാണിച്ചു തരാം. ആ സമയത്തും പുള്ളിയുടെ തലയിൽ ഈ കലം ഉണ്ടായിരുന്നു. വിഷ്വലിനകത്തുണ്ടോയെന്ന് അറിയാം, ഇവിടെ ഞാൻ കണ്ടായിരുന്നു. ഇത് നമ്മൾ 18-ാം പടിയുടെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. 18-ാം പടി ചവിട്ടി കയറിയത് ഞാൻ പറന്ന് കയറിപ്പോയ കേട്ടോ. ഞാൻ ഈ പറന്ന് കയറിപ്പോയി എന്ന് പറഞ്ഞ് വേറൊന്നുമല്ല, രണ്ട് സൈഡിലും വരിവരായിട്ട് പോലീസ് മാമന്മാർ നിൽക്കുകയാണല്ലോ, അവർ പിടിച്ച് കൈ പിടിച്ച് വലിച്ച് കുറച്ചങ്ങ് കയറ്റി തന്നെ. എനിക്കൊന്നും ഓർമ്മില്ല, ആ തിക്കിലും തിരക്കിലും പൊട്ടി എങ്ങനെയോ മേളിൽ അങ്ങ് പറന്ന് നിന്ന് വീഴുമായിരുന്നു. ഏറ്റവും മേളിൽ നിൽക്കുന്ന പോലീസുകാരൻ കൈ പിടിച്ച് വലിച്ചങ്ങ് ഇട്ട്. അങ്ങനെ ദർശനമെല്ലാം കഴിഞ്ഞ് നെയ്ത്തേങ്ങ കൊണ്ടുവന്ന് ആഴിക്കകത്ത് ഇട്ട സമയത്ത് രാത്രി ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു വ്യൂ ഉണ്ടല്ലോ അവിടെ, അത്രയും വലിയ തീനാളം, അത് കാണാനൊരു പ്രത്യേക ഫീലായിരുന്നു, വേറെ എന്തോ ഒരു ഫീൽ. അതുകൊണ്ട് അവിടുത്തെയും കൂടെ വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ വീഡിയോ എടുത്ത് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ഇറങ്ങിയപ്പോൾ അതാണ്ട് ഈ ഒരു നടപ്പന്തലില്ലേ, ഈ നടപ്പന്തലിൽ 1.5 മണിക്കൂറിൽ കൂടുതൽ ഒറ്റ നിപ്പ് നിന്നിട്ടാണ് ഞാൻ 18-ാം പടി കയറിയത്. തിരിച്ച് വന്നപ്പോൾ കൊണ്ട് എൻ്റെ സ്ഥാനത്ത് ഒരുപാട് ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട്. സംഭവം ഇത്രയും മണിക്കൂർ ഇത്രയും കഠിനമായി ഈ കണ്ട മലയെല്ലാം കയറി. ആ ഒരു മല കണ്ട യൂട്ടേൺ പോലെ കിടക്കുകയാണ്, മഴ പെയ്ത് തെന്നി കിടക്കുകയാണ്. ട്രോളിയായിട്ട് പോകുന്നവരെയൊക്കെ സമ്മതിക്കണം, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ 41 ദിവസത്തെ വ്രതം എടുത്തില്ല, 12 ദിവസത്തെ വ്രതം എടുത്തുള്ളൂ. ഇത്രയും വ്രതമൊക്കെ എടുത്ത് അവിടെ ചെന്ന് 3 സെക്കൻഡ് തികച്ച് എനിക്ക് അയ്യപ്പനെ ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ പിന്നെ പോലീസുകാർക്ക് മറ്റേ 4x4x4 ഗൂർക്കയാണ്. ഇതൊക്കെ ആകുമ്പോൾ പിന്നെ ഈ വളരെ സുഖമായിട്ട് തന്നെ കയറി പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ദർശനം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി. മഴയൊക്കെ ഒരു ചെറിയ രീതിയിൽ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പമ്പയിൽ ചെന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഞങ്ങൾ റെസ്റ്റ് എടുക്കാതെ വണ്ടി എടുത്തുകൊണ്ടെങ്കിൽ ഇറങ്ങി. അതാണ് ഏറ്റവും വലിയ അബദ്ധം. മലയ്ക്ക് കയറുന്നവർ റെസ്റ്റ് എടുത്തതിന് ശേഷം തിരിച്ച് വണ്ടി ഓടിച്ച് വരിക കേട്ടോ. ഓക്കെ.